ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത ഒരു സീരീസാണ്. രണ്ടാമത്തെ സീസണാണ്. സീരീസ് ഒരു ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, മിസ്റ്ററി, ത്രില്ലർ ഭാഗത്തുള്ള സീരീസാണ്. സീരീസിൻ്റെ പേര് വരുന്നത് ഗ്യാൻസിയോങ് ക്രിയേച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് സീസണാണ്. ഫസ്റ്റ് സീസൺ ഒരു 8 മാസങ്ങൾക്ക് മുമ്പേ റിലീസ് ചെയ്ത സീസണാണ് ഫസ്റ്റ് സീസൺ. പിന്നെ 2 പാർട്ട് ആയിട്ട് വന്ന സീസണായിരുന്നു. അതായത് പിന്നെ ആ സീസൺ 1 ഫസ്റ്റ് പാർട്ട് 7 എപ്പിസോഡും രണ്ടാമത്തെ പാർട്ട് 3 എപ്പിസോഡായിട്ട് മൊത്തം 10 എപ്പിസോഡുകൾ അടങ്ങുന്ന പിന്നെ ഫസ്റ്റ് സീസൺ ആയിരുന്നു ഗ്യാൻസിയോങ് ക്രിയേച്ചർ എന്ന സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ എന്നുള്ളത്. അപ്പം ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1945 ഫസ്റ്റ് സീസണിലെ കഥ നടക്കുന്നത്. മനുഷ്യന്മാരിൽ നടത്തുന്ന കുറച്ച് പരീക്ഷണങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് സീസണിൽ പറഞ്ഞിരുന്നത്. വളരെ എന്താ പറയുക, ശരിക്കും പറയാൻ നല്ലൊരു പിന്നെ ഒരു ഇമോഷണൽ ഡ്രാമ എന്നും പറയാവുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു സീരീസിൻ്റെ മേക്കിംഗ് എന്നുള്ളത്. നമുക്ക് തീരെ ബോറടിക്കാതെ ആ 10 എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരത് ഒരുക്കിയിരുന്നത്. പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സീരീസ് ആയിരുന്നു ഗ്യാൻസിയോങ് ക്രിയേച്ചറിൻ്റെ ഫസ്റ്റ് സീസൺ എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു സെക്കൻഡ് സീസൺ. 7 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. 45-50 മിനിറ്റുകൾ അടങ്ങുന്ന 7 എപ്പിസോഡുകളാണ് സെക്കൻഡ് സീസണിലുള്ളത്. അപ്പോൾ സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോറി ലൈൻ വരുന്നത് പ്രസൻറ്റിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് മാറിയിട്ടാണ് ഈ ഒരു സീസണിലെ കഥ വരുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിലെ ആ ഒരു സ്റ്റോറിയും പിന്നെ ഈ കാലഘട്ടത്തിലെ ആ ഒരു സംഭവങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ പഴയ കഥാപാത്രങ്ങളൊക്കെ അതിലും വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നു, പിന്നെ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ ആ കാലത്ത് നടന്ന പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ ഈ നായകനും നായികയൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ 7 എപ്പിസോഡുകളാണ്. അപ്പോൾ സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സെക്കൻഡ് സീസൺ വലിയ ലൈക്കായിട്ടുള്ളതാണ്. ഫസ്റ്റ് സീസൺ സൂപ്പറായിരുന്നു. കിഡ്ലൻ സീരീസ് ആയിരുന്നു ഫസ്റ്റ് സീസൺ എന്നുള്ളത്. ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കിഡ്ല പറഞ്ഞാൽ നമ്മളെ പിന്നെ എന്താ പറയുക, ആ ആക്ഷൻ രംഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വികൃത ജീവി, അതായത് ഈ പരീക്ഷണം നടത്തിയിട്ട് ഉണ്ടാവുന്ന ആ ഒരു വലിയ ജീവി കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് തന്നെ അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അത് കൂടാതെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻ സീനുകൾ ഒരുപാട് ഉണ്ടായിരുന്നുള്ളതാണ്. നമ്മളെ പിടിച്ചിരുത്തുന്ന സംഭവങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീസണിൽ. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സംഭവം ഭയങ്കര മിസ്സിങ് ആയി തോന്നി. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന പോലുള്ള ആക്ഷൻ സീനുകളൊക്കെ വളരെ എന്താ പറയുക, വെറുതെ ഒരു തട്ടിക്കൂട്ടായിട്ട് എടുത്ത പോലെ തോന്നി. പിന്നെ സെക്കൻഡ് സീസണ് ആ ഒരു പിന്നെ പ്ലോട്ട്, ആ ഒരു തീം കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞല്ലോ, ഫസ്റ്റ് സീസൺ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് സീസൺ എങ്ങനെയായിരുന്നു അവരെടുത്തതെന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് സീസൺ കുറച്ച് ശോകമായി പോലെ തോന്നി എനിക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഫസ്റ്റ് സീസൺ കണ്ടവരാണെങ്കിൽ സെക്കൻഡ് സീസൺ ഒന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് സീസൺ കണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സീസൺ കാണണം നിർബന്ധ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് സീസണിൽ ക്ലൈമാക്സിൽ ഒരു കട്ട് സീൻ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സെക്കൻഡ് സീസണിൽ വരുന്നത്. അതെന്തെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലൊന്ന് കണ്ടു നോക്കാം. മസ്റ്റ് വാച്ച് ഒന്നുമല്ല, കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഗ്യാൻസിയോങ് ക്രിയേച്ചർ സീസൺ 2. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.